അതെ പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനൊന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം. എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടനിപ്പൊ എന്ത് ഇവിടെ തല്ലുണ്ടാക്കണേ? വീടിന്റെ അകത്ത് ഇതേ ഇവിടെ കിടക്കണത്. അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ് തല്ലാൻ. അതെ അതെ ഇവിടെ കിടക്കണ പട്ടി ഇവിടെ വന്ന് കിടക്കണ പട്ടീനെയാണ് ഇവിടെ വന്നിട്ട് ഇറങ്ങണ. ഇവിടെ ഒരു വീട്ടിലും പോകാത്ത പട്ടി. അതെ പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനൊന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം. എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടനിപ്പൊ എന്ത് ഇവിടെ തല്ലുണ്ടാക്കണേ? വീടിന്റെ അകത്ത് ഇതേ ഇവിടെ കിടക്കണത്. അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ് തല്ലാൻ. അതെ അതെ ഇവിടെ കിടക്കണ പട്ടി ഇവിടെ വന്ന് കിടക്കണ പട്ടീനെയാണ് ഇവിടെ വന്നിട്ട് ഇറങ്ങണ. ഇവിടെ ഒരു വീട്ടിലും പോകാത്ത പട്ടിയാണ്. ഈ നാറിനൊക്കെ ഇനി ഇവിടെ അഴിച്ചു വിട്ടിക്കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിലെ ആൾക്കാരെ കയറിയിട്ട് ഇവനെന്ത് ഇങ്ങനെ ആക്രമിക്കും. എന്തായാലും ഒരു ന്യൂസ് കേട്ടപ്പോൾ ആകപ്പാടെ നമ്മളെ കയ്യും കാലൊക്കെ ഒന്ന് തരിച്ചിക്ക്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒരു കുടുംബത്തിൽ കയറിയിട്ട് 4 പേരെ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചിക്ക്. അതിൽ 3 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചിക്ക്. അതിലൊരാളിപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. എന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന ചെറിയ കുട്ടികളൊക്കെ ഇറങ്ങി ഓടിക്കുക. എന്തായാലും നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവനൊക്കെ ആ ഒരു നാട്ടിൽ ഇങ്ങനെ ആൾക്കാരെങ്ങനെ ആക്രമിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിസരത്തും അതല്ലെങ്കിൽ തൊട്ട അയൽവാസികൾക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മളെ പോലീസുകാരും അതല്ലെങ്കിൽ ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരൊന്നും അതിനെതിരെ നടപടിയും കാര്യങ്ങളൊന്നും എടുക്കാത്തതെന്നാണ് ഇപ്പം ഞാനൊക്കെ ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇപ്പോൾ ഒരു ഡബിൾ മീനിങ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബോച്ചനെയൊക്കെ അറസ്റ്റ് ചെയ്യലും ഒരു സിനിമ സ്റ്റൈലിലൊക്കെ ആളൊക്കെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം എന്താണ് റിമാൻഡ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ക്രിമിനലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നാട്ടിലൊക്കെ എല്ലാവരും വെല്ലുവിളിച്ചും കൊണ്ടും അല്ലെങ്കിൽ എല്ലാവരും ഉപദ്രവിക്കണ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസുകാരൊന്നും പിടിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനൊന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കണില്ല. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും പാടെ എന്താണ് മുൻകൈ എടുത്തിട്ട് അവൻ്റെ കൈയും കാലൊക്കെ തല്ലി ഓടിക്കണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചെയ്തവർക്കാണല്ലോ ഏറ്റവും വലിയ കുറ്റക്കാരാകുക. അതാണ് നമ്മൾ ഈ നിയമത്തിൻ്റെയൊക്കെ എന്താണ് ഈ നിയമം എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ്. കാരണം ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ വന്നവനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്തവനാക്കാനും പിന്നെ ഏറ്റവും വലിയ കുറ്റക്കാരന്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് 3-4 പേരെ അടിച്ചു കൊന്നിക്ക്. അതിൽ 3 ആൾക്കാർ സ്പോട്ടിൽ തന്നെ മരിച്ചിക്ക്. ഒരാളിപ്പോൾ ഗുരുതരാവസ്ഥയിലും. ഒരു കുടുംബത്തിലെ 3 പേരെ അയൽവാസി അടിച്ചു കൊന്നു. ഉഷ, വേണു, വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ചികിത്സയിലാണ്. പോലീസ് പിടിയിലായ അക്രമി ഋതു റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ജിതിന്റെ കുടുംബവും പ്രതി ഋതുവും തമ്മിലുണ്ടായിരുന്ന തർക്കം പഞ്ചായത്തിൽ പരാതിയായി എത്തിയിരുന്നുവെന്ന് പ്രസിഡന്റ് ലീന വിഷൻ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിരുന്നു. തുടർന്നാണ് ജിതിന്റെ വീട്ടിൽ CCTV സ്ഥാപിച്ചത് എന്നും ലീന വിഷൻ 24നോട് പറഞ്ഞു. ഉന്മേഷ്, ചേതമംഗലത്ത് നടന്ന ഈ അരുംകൊലയിൽ ഞെട്ടിയിരിക്കുകയാണ് ഒരു നാട് മുഴുവനും. ഈ പറവൂർ ചേതമംഗലം കിഴക്കമ്പുറത്തുള്ള ഒരു നാട് മുഴുവനും ഈ അരുംകൊലയിൽ ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ. അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം. ഒരു കുടുംബത്തിലെ തന്നെ 4 പേരെ ആണ് ആക്രമിക്കുന്നത്. ആ അക്രമത്തിൽ 3 പേർ കൊല്ലപ്പെടുന്നു. ഒരാൾ അതിഗുരുതരാവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഋതു എന്ന് പറയുന്ന യുവാവ്, 28 വയസ്സുള്ള യുവാവ്, ഈ ഋതുവാണ് കൊലപാതകി. ഈ ഋതു നേരത്തെ മുതൽ തന്നെ ഈ അയൽവാസികളുമായിട്ട് പലതവണ ഈ വാക്കുതർക്കം ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. പലതവണ ഈ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് മാറിയിട്ടുമുണ്ടായിരുന്നു. ഈ ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് ഋതു. ഇത് പലതവണ ഈ അയൽവാസികൾ വിലക്കിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ അയൽവാസികളോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇഷ്ടക്കുറവ് ഈ ഋതുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വൈഫ് ഓഫ് സക്സേന, റൂറൽ എസ് പി വൈഫ് ഓഫ് സക്സേന പറയുന്നതനുസരിച്ചാണ് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഋതു ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ വീട്ടുകാരുമൊത്ത് ഈ കൊല്ലപ്പെട്ട ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗേറ്റ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനോടകം ആ ഗേറ്റ് തകർത്തതോടുകൂടി തന്നെ ഈ വീട്ടുകാരെല്ലാം ആകപ്പാടെ ഒരു ഭയത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് ഇന്ന് ഒരു 6 മണിയോടുകൂടി ഏകദേശം ഒരു 6 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വീടിന്റെ ഉള്ളിലേക്ക് കടക്കുകയും വീടിനുള്ളിൽ കടന്നതിന് ചെറിയ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭാഷണം പിന്നീട് ഈ കമ്പി വടി കൊണ്ട്
പറയുന്നുണ്ട്. ഈ ഋതുവിന്റെ കയ്യിൽ ഒരു കമ്പിവടിയും 2 കമ്പിവടിയും അതുകൂടി തന്നെ ഒരു കത്തിയും കരുതിയിരുന്നു എന്നാണ് ഈ പോലീസ് പറയുന്നത്. ഈ കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയാണ് ചെയ്തത്. ഇങ്ങനൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടപ്പോഴോ ഒന്നല്ലെങ്കിൽ ആ വീട്ടുകാർ അവൻ്റെ തന്തിയും തള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ, ഈ തന്തിയും തള്ളിയൊക്കെ ഇവനെ പോലെയുള്ളവനൊക്കെ അഴിച്ചു വിട്ടതാണ്. അവനൊക്കെ ചങ്ങലക്കിടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ കയറിത് കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരുന്നു. അല്ലാതെ ഇവനെ പോലെയുള്ളവരൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞ് ഇങ്ങനെ കുടുംബത്തിൽ കയറിയിട്ട് ഓരോ കുടുംബങ്ങളും ഇല്ലാതെയാകും. കാരണം ഒരു കുടുംബമാണ് ഇപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിക്കുന്നത്. ഒന്ന് ആലോചിച്ച്, ഒരു രാത്രി കൊണ്ട് അവൻ്റെയൊക്കെ വിവരമില്ലായ്മയില്ല, അവനെ എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ട് അത് ബോധമില്ലാതെ വന്നിട്ട് ഒരു കുടുംബത്തിൽ കയറി കളിച്ചിട്ട് ഒരു കുടുംബം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി, ആ കുട്ടികൾ അനാഥയായി. എന്തായാലും അവസ്ഥ. എന്നിട്ട് ഇവനെ പോലെയുള്ളവനൊക്കെ നാട്ടുകാർ അവനെ കയ്യും കാലും വെട്ടിയിടേണ്ടിയിരുന്നു, കയ്യും കാലും തല്ലി ഒടിച്ചൊരു മൂലക്കിടേണ്ടിയിരുന്നു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു പരനാറിനെ കുറിച്ചിട്ട് ആ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ക്രിമിനലായിട്ടുള്ള ഋതു എന്ന് പറയുന്ന ചെറ്റുണ്ടല്ലോ, ഈ ചെറ്റനെ കുറിച്ചിട്ടൊക്കെ ആ നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇതുപോലെ പ്രശ്നക്കാരനാണ്, അതല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും അവനൊക്കെ എന്തിനാണ് ഇങ്ങനെ അഴിച്ചു വിട്ടിക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെയാണ് ചോദിക്കാനുള്ളത്. ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെ അഴിച്ചു വിട്ടിക്കുന്നത്? ആ നാട്ടുകാർ പറയണതൊന്ന് കേൾക്കണം. കാരണം അവിടുത്തെ അവരുടെ ഒരവസ്ഥ. 2 വട്ടം ഇവനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വടക്കേക്കര സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് പല ഈ പെണ്ണിനെ ശല്യം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പരാതി. കുടുംബത്തിൽ അങ്ങനെ പരാതി കൊടുത്തിട്ട് കൂട്ടുകാരന്മാരൊക്കെ സംസാരിച്ച് ഒരു ധാരണ എത്തിയാണ് ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്താണ് പെട്ടെന്നാണ് ഇന്നത്തെ പ്രകോപനം ഉണ്ടായിരിക്കണം. കത്തി ഇവന്റെ കയ്യിലുണ്ട്, കത്തി അവിടെ വെച്ചിട്ടുണ്ട് അവനോട്, അത് ഉപയോഗിച്ചില്ല. ഇരുമ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റണ്ടാണത്, മറ്റേ സ്റ്റമ്പ് കൊണ്ടാണ് ആക്രമിച്ചത്. ഇപ്പൊ 3 പോയില്ലേ, ഇനിയിപ്പോ അവര് പൊടിങ്ങി തെറ്റിട്ടുണ്ടായിട്ട് മനസ്സിലായ 3 പ്രാവശ്യം പരാതി കൊടുത്ത 3 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം പരാതി കൊടുത്തു. ഇനി പോലീസുകാരെ വരാൻ ചോദിക്കുക. പുറത്തൊക്കെ ഉണ്ട് ഇവൻ ചെറുപ്പം മുതൽ തന്നെ അക്രമകാരിയാണ്. ഇവനെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കയ്യും കാലും വെട്ടിക്കൊള്ളണമെന്നാണ് ഞാൻ പറയുള്ളൂ. ഇവന് ആകെ പ്രശ്നക്കാരനാണ്. അവന് ഇവിടെ തന്നെയല്ല, മൊത്തം പ്രശ്നക്കാരാണ്. നാട് മുഴുവനും പ്രശ്നമുള്ള ആളാണ്, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. നമ്മളൊക്കെ വളരെ ചെറിയ ഏക്കനാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലത്തിലൊക്കെ വയസ്സായ ആൾക്കാരാണ്. പക്ഷേ ഇതിങ്ങനെ തുടർക്കഥയായിട്ട് നടന്നത്. പക്ഷെ വെട്ടിക്കൊല എന്നാണ് നമ്മുടെ അനുഭവത്തിൽ. ഈ ചന്ദനം പഞ്ചായത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിൽ കാണുന്നത്. ആദ്യം കൊടുത്ത് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ അവനെ ഹാജരാക്കിയാണ്. പോലീസ് വിളിച്ച് ഞങ്ങൾ പോയി ചെന്നതാണ് കൂടെ. അതെന്തായിരുന്നു സംഭവം? എന്തായിരുന്നു കേസ്? ഞങ്ങളുടെ വീട്ടിൽ കല്ലെറിയുക, ഒരു പ്രാവശ്യം എൻ്റെ മോനെ കയ്യിൽ നിന്ന് മോനെ അടിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ കൊണ്ട് വന്ന് ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ പോയി പരാതി കൊടുത്താ. അവന്റെ പേർക്ക് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഋതുവിനെതിരെ നേരത്തെ നിങ്ങൾ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഡിസംബറിന് മുന്നേ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചാൽ അത് ലാസ്റ്റ്, ഇപ്പം ഈ സംഭവം ലാസ്റ്റ് ദിവസമായിരുന്നു. എൻ്റെ പെണ്ണിനെയും കൊച്ചിനെ, തോളികളും കൊച്ചിനെ ഇതൊക്കെ കൊച്ചു നോക്കി 6 വയസ്സായിട്ടുള്ളൂട്ടാ. ഈ കൊച്ചിനെ വരെ അവൻ നശിപ്പിച്ചളെന്ന് പറഞ്ഞിട്ടുള്ള പരാതിയായിരുന്നു, അവൻ്റെ ഭീഷണിയായിരുന്നു. ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ആ നാട്ടുകൂടി അവൻ ഉണ്ടാക്കിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളൊക്കെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ നാറിനൊക്കെ അതിനും പോരായിട്ട് ആൾക്കാർ ഇത് പരാതി സ്റ്റേഷനിലും കൊടുത്തിക്കണം. ഈ പരാതിയൊക്കെ സ്റ്റേഷനിലും കൊടുത്തിട്ട് എന്താണ് ഈ പോലീസുകാരൊക്കെ എന്താ ചെയ്തിരിക്കണേ, അവിടെ മധ്യസ്ഥ പറഞ്ഞ് വിട്ടിക്കുക. ഇമാതിരി ക്രിമിനലിനൊക്കെ അല്ല, അവിടെ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടതാണ്. കാരണം ഇങ്ങനെ അവനെ വിളിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മധ്യസ്ഥ പോലെയൊക്കെ പറഞ്ഞിട്ട് അവനെ വിട്ടുകയാണെന്നൊക്കെയാണ് പറയണത്. ഇവനെ പോലെയുള്ളവനൊക്കെ എന്ത് മധ്യസ്ഥയാണ് പറയണത്? അതല്ലെങ്കിൽ ഇവനൊരു മനോരോഗിയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്നൊക്കെയാണ് പറയണത് അവൻ്റെ രക്ഷിതാക്കൾ. അവൻ്റെ തന്തിയും തള്ളിയൊക്കെ അതിന് സപ്പോർട്ടാണ് ഇവൻ ചെയ്യണ ഓരോ കാരണത്തിനും. എന്നിട്ട് അവനക്ക് മനോരോഗിയാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ അവനെ പൊതുസ്ഥലത്തേക്ക് വിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതേമാതിരി ശല്യം. ഇപ്പം എന്താണെങ്കിലും ഒരു കുടുംബം ഒന്നും ഇല്ലാതായി, 3 ആൾക്കാരാണ് അവന് തല്ലി കൊന്നിക്കുന്നത്. ഇവനെ പോലെയുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് ക്രിമിനൽ കേസുകളും കാര്യങ്ങളൊക്കെ അവൻ്റെ പേരിലുണ്ടെങ്കിൽ അവനൊന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഭ്രാന്തന്മാരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഭ്രാന്തന്മാരൊക്കെ എന്താ ഷോക്ക് അടിപ്പിച്ചിട്ടൊക്കെ ഭ്രാന്ത് മാറ്റാനാണ് നോക്കുക. എന്നിട്ടും ശരിയാകണില്ലേ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചങ്ങലക്കിടുക ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടത്. ഇത് പോലീസുകാരുടെ അടിപ്പേട് കൊണ്ട് തന്നെയാണ് സംഭവിച്ച കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കേസോ അല്ലെങ്കിൽ ഒരു പരാതിയോ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ കുറിച്ച് കൂടുതലായിട്ട് ഇവർക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയും. ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ ഈ പോലീസുകാർക്കൊക്കെ അറിയായിരിക്കും. എന്നിട്ടും ഇവനെങ്ങനെ തുറന്നു വിട്ടപ്പോഴോ നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ചില ആൾക്കാർക്കൊക്കെ സെലിബ്രിറ്റികളുടെ പിന്നാലെ പോകാനൊക്കെ അല്ലേ ഉള്ളൂ.
അതൊക്കെയല്ലേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഇത്. കാരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊക്കെ നേരിട്ട് എന്താണ് പരാതിയോ കാര്യങ്ങളോ കൊടുക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്യേണ്ടി വരും. എന്നാലേ ഉള്ളൂ പെട്ടെന്നൊക്കെ ഇങ്ങനെ എനിക്കെതിരൊക്കെ ആയിട്ട് നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ നീതി കിട്ടണമെങ്കിൽ പിടിപാട് വേണം. അതല്ലെങ്കിൽ ഇങ്ങനെ സാധാരണക്കാരൊക്കെ എന്താണ് ഇങ്ങനെ ഇല്ലാതെ മറ്റുള്ളവരെ ഈ ഒരു ഇരയായിട്ട് മാറും. ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ സെലിബ്രിറ്റി ഇപ്പോൾ ആ ബോബി ചെമ്മണ്ണൂരിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ ഇവർക്കൊക്കെ എന്തായിരുന്നു ആത്മാർത്ഥത, അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് ഒരു പരാതി കിട്ടിയെന്ന് കണ്ടപ്പോഴത്തേന് എത്ര പെട്ടെന്നാണ് അയാളെ എന്താണ് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലാക്കിയത്. അതിൻ്റെ 100% മതിയായിരുന്നു ഈ ഒരു കേസിനോ അല്ലെങ്കിൽ ഈ ഒരു കേസിന് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പരാതിക്ക് വേണ്ടിയിട്ടൊന്ന് അന്വേഷണം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവനെ പോലെയുള്ളതിനൊക്കെ ഒന്ന് അകത്താക്കിയിരുന്നെങ്കിൽ ആ കുടുംബം ഇപ്പം ഒന്ന് ജീവിച്ചിരിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കുടുംബത്തിലൊരു പ്രശ്നം ഇല്ലാതായിരുന്നു, ആ കുട്ടികൾ അനാഥ ആകൂലായിരുന്നു. കാരണം ഇന്നലെയൊക്കെ ആ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കുട്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ, ആ വീട്ടിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇറങ്ങി ഓടി എന്നൊക്കെയാണ് പറയുന്നത്, ആ ചെറിയ കുട്ടികൾ. ആ കുട്ടികളുടെ ഒക്കെ അവസ്ഥ ഇനി ആ കുട്ടികൾക്ക് ആരാ ഉണ്ടാകുക? അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്രിമിനലൊക്കെ ഈ ലോകത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഒന്നല്ലെങ്കിൽ ഇവനൊക്കെ പിടിച്ചിട്ട് ജയിലിലിട്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിമിനലൊക്കെ ഒന്ന് തൂക്കിക്കൊല്ലുക. ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ എന്ത് ചെയ്യണം, വേഗം ഇവനെ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം അവനെ തൂക്കിലേറ്റി. അതല്ലെങ്കിൽ അവനെ പെട്ടെന്ന് തൂക്കിലേറ്റി കൊല്ലാൻ പറ്റൂല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്യണം, അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ മാതിരി തന്നെ അവൻ്റെ 2 കൈയും കാലും വെട്ടിയാണ് നോക്കിയിട്ട് ഒരു മൂലക്കണ്ട് ഇടുക, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുക, അവിടെ കിടക്കണം എന്ന് വെക്കണം. ഇവനെ പോലെയുള്ളവനൊക്കെ അതാ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകാൻ വേണ്ടിയിട്ടില്ല, നാട്ടുകാരെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് അഴിച്ചുവിടുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്.